ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കൂടെ കഴിക്കാൻ വളരെ ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളിൽ കുറച്ച് മക്കൾക്കെങ്കിലും പച്ചക്കറി കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. കാരണം നമ്മളിതിൽ ഒരുപാട് പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. അതറിയാണ്ട് തന്നെ അവർ നല്ല ടേസ്റ്റിൽ അവർ കഴിച്ചോളും. പിന്നെ നമ്മളുടെ മുതിർന്നവർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് ഈ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 5 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ 3 ചെറിയ പൊട്ടേറ്റോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 3 ചെറിയ പൊട്ടേറ്റോ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് ഇതേപോലത്തെ ചെറിയ ക്യൂബ്സ് ആക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1-1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടേറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമായിരിക്കും നമുക്ക് നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമായിരിക്കും ഇത് എല്ലായിടത്തും ഒരേപോലെ യോജിച്ച് കിട്ടുള്ളൂ. പിന്നെ ചിലവർക്ക് ബീട്രൂട്ട് ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ ബീട്രൂട്ട് വേണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ബാക്കി ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അല്ലെങ്കിൽ ബീട്രൂട്ട് ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ച് പൊട്ടേറ്റോയുടെയൊക്കെ അളവ് കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചീര ചേർക്കാം, ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ അതുപോലെ ബീൻസ് ആണെങ്കിലും ഒന്ന് പുഴുങ്ങിയതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവിധ പച്ചക്കറികളും ഉള്ളിൽ ചെല്ലാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ് ഇത്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ട്ലെറ്റ്സ് പോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മൈദയോ അല്ലെങ്കിൽ വേറെ പൊടിയോ ഒന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഓട്സ് ആണ്, ആ മൈദയ്ക്ക് പകരം ഓട്സിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയൊരു കോട്ടിങ് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറത്ത് വരും. നമ്മൾ വേറെ മൈദയും വേറെ പൊടികളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി പ്രസ് ചെയ്ത് നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പം എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ബാക്കി എന്തെങ്കിലും ടൈപ്പ് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ വേണ്ടി വരും. അപ്പം നമുക്ക് വളരെ കുറച്ച് എണ്ണ മതി. ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണില്ല. അപ്പം ഇതേപോലെ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കിത് ഓരോന്ന് ഈ ഉരുട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോ സൈഡും അത്യാവശ്യം നന്നായിട്ട് ആകുന്ന വരെ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം. ഇത് ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കാം. മറിച്ച് കഴിയുമ്പോൾ ചെറിയതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ്, കരിയല്ല, ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഷെയ്ഡ് ഇതേപോലെ ഇച്ചിരി ഇങ്ങനെ മാറും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആയിട്ടുണ്ടെന്ന്.
അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാ പീസും വളരെ കെയർഫുള്ളി മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം നമ്മുടെ കൈയൊക്കെ ഉപയോഗിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട വരുമായിരിക്കും. കാരണം കാരണം ഇത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് ഒന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. പക്ഷെ ഇതിനൊരു സ്പെഷ്യൽ കോട്ടിങ് വരും, നമ്മൾ ഓട്സ് ചേർത്തിട്ടുള്ളതുകൊണ്ട്, ഓട്സ് പൊടിച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഓട്സ് ഒക്കെ കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്സ് ആണ് ഇതിനകത്ത് ഉള്ളതെന്ന് പോലും അറിയില്ല. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.